ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ്. പൈൽസ് രോഗമെന്ന് എല്ലാവർക്കും പറയാൻ തന്നെ ഒരു നാണക്കേടാണല്ലേ. പലരും അങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിൽ പൊതുവേ പുറത്ത് പറയാറില്ല അല്ലേ. എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും. കാരണം മൂലക്കുരു എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമത് രക്തസ്രാവം. പൈൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂലത്തിൽ മലത്തോടൊപ്പം രക്തം വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടേ നിൽക്കും അല്ലേ. അത് പല ആളുകൾക്കും കാണാം. പിന്നെ ഒന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചൊറിച്ചിലും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ചൊറിച്ചിലും അസ്വസ്ഥതയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവിടെ ചെറിയ മുഴകൾ രൂപപ്പെടും. നമുക്ക് മൂലം ഒന്നായിട്ട് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പല ആളുകളിലും അങ്ങനെ കാണാറുണ്ട്. പല ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് കാന്താരി തേച്ചിട്ട് പോലെയുള്ള വേദനകൾ അനുഭവപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുടൽ നിറഞ്ഞ മാതിരി ഒരു തോന്നൽ വരും. അതായത് മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും ബാത്റൂമിൽ പോകാൻ അനുഭവം തോന്നും. പിന്നെ അതേമാതിരി സാധാരണയായിട്ട് ആന്തരിക പൈൽസ് എന്ന് പറയുന്നത് സാധാരണ വേദന ഉണ്ടായില്ലെങ്കിലും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളി വരുമ്പോൾ വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ചെറിയ ചെറിയ ഉണലുകൾ ഉണ്ടാവുകയും അത് പിന്നീട് വലുതാവുകയും നമ്മുടെ മൂലം കംപ്ലീറ്റ് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നു. പിന്നെ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അതിലിങ്ങനെ നമ്മുടെ മൂലത്തിൻ്റെ ഭാഗം കാണിച്ച് ആ കുരുക്കളെ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അധികം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് നമ്മളിങ്ങനെ അധികം കുറേ സമയം നമ്മൾ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ശരിക്കും പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലുള്ള ഞരമ്പുകൾക്ക് വീർക്കുന്നൊരവസ്ഥയാണ് ശരിക്കും പൈൽസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുറന്തള്ളപ്പെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമുക്കിത് ഒന്നാമത് ദീർഘനേരം നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഗർഭധാരണ സമയത്ത്, പിന്നെ അതുപോലെ തന്നെ അമിതഭാരം എന്നിവ നമ്മളിങ്ങനെ ഉയർത്തുമ്പോൾ ഒക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അവിടെ നിർവീക്കം വരും. അപ്പോൾ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരും ഭാരം എടുത്ത് പൊന്തിക്കുന്നതും പൊണ്ണത്തടിയുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് ഇത് വരാം. മെലിഞ്ഞ ആളുകൾക്കും വരായികയല്ല, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ സമീപിക്കുക. നാണക്കേടും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. പൈൽസ് നമ്മൾ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് രൂപം പ്രാപിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ.